അങ്ങനെ കണക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി സൈജു കുറുപ്പ് എം ജി ശ്രീകുമാറിൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിലാണ് സൈജു കുറുപ്പിൻ്റെ ഒരു ലുക്കും മറ്റേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും ഒക്കെ എം ജി ശ്രീകുമാർ ശ്രദ്ധിക്കണതും. അപ്പോൾ അന്ന് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഹരിഹരൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു. അതിൽ പുതുമുഖ നായകനെയും നായികനെയാണ് ഹരിഹരൻ തേടുന്നതെന്ന് എം ജി ശ്രീകുമാറിന് അറിയാം. അങ്ങനെ ഹരിഹരനെ കാണാൻ ഇങ്ങനെ സൈജു കുറുപ്പിൻ്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെ ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു നായകനെ തേടുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾ ലാപ്ടോപ്പ് നിങ്ങൾ ഹരിഹരനെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഹരിഹരനെ കാണാൻ വേണ്ടി സൈജു കുറുപ്പ് പോവാണ്. നമുക്കറിയാം ഹരിഹരൻ അദ്ദേഹം കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അദ്ദേഹം ചെന്നൈയിലാണ്, എനിക്കൊണ്ട് ചെന്നൈയിലാണ് അദ്ദേഹം സെറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ അദ്ദേഹത്തിന് വീടൊക്കെ ഉണ്ട്. അന്ന് കോഴിക്കോടാണ് സൈജു കുറുപ്പ് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത്. അങ്ങനെ ഹരിഹരനെ കാണാൻ ചെല്ലുന്നു. അന്ന് അവിടെ കാണാൻ ചെല്ലുമ്പോൾ സൈജു കുറുപ്പ് എന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ കാരണം ഈ അടുത്ത് ഒരു സിനിമയുടെ പൂജയുടെ ചടങ്ങിൽ വെച്ചിട്ട് മന്ദയും സൈജു കുറുപ്പും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് സ്റ്റേജിൽ വന്നിട്ട് അവർ പറഞ്ഞു 20 വർഷമായി, അതായത് 2005 മയൂകം തിയേറ്ററുകളിൽ എത്തുന്നത്. 2004 കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും 20 വർഷം ആവാറായി അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചിട്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ 2005 ഈ മയൂകം സിനിമയെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചത്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയൊക്കെ തന്നെയായിരുന്നു അത്. സൈജു കുറുപ്പ് അന്ന് ഹരിഹരനെ കാണാൻ ചെല്ലുമ്പോൾ ശരിക്കും സൈജു കുറുപ്പിന് ഹരിഹരൻ എന്നുള്ള പേര് മാത്രമേ അറിയുള്ളൂ, പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ അറിയില്ല. അങ്ങനെ ഹരിഹരൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യം ചെന്നിട്ട്, എനിക്കൊന്ന് ആദ്യം ചെല്ലുമ്പോൾ ഹരിഹരൻ സാറ് അന്ന് സാധാരണ വീട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഡയറക്ടർ ഹരിഹരനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അകത്ത് പോയി. എന്നിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സ്ഥിരം നമ്മൾ കാണാറുള്ള വെള്ള ഷർട്ടും വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് അദ്ദേഹം വന്നു. അപ്പോഴാണ് സൈജു കുറുപ്പിന് മനസ്സിലായതൊക്കെ.